ഹലോ, വെൽക്കം ടു ഡ്രൈ ചില്ലി. ഇന്ന് നമുക്ക് ഒരു ഫിഷ് റെസിപ്പി ഉണ്ടാക്കിയാലോ? ഫ്രൈഡ് ഫിഷ് മസാല. അതിനു വേണ്ടി നമുക്ക് ആദ്യം ഫിഷിലേക്ക് ഒരു ചെറിയ മാരിനേഷൻ തയ്യാറാക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ വിനാഗിരി. ഇവയെല്ലാം ചേർത്ത് നമ്മുടെ ഫിഷിലേക്ക് ചെറിയ ഒരു മാരിനേഷൻ തയ്യാറാക്കാം. നമ്മുടെ ഫിഷിൻ്റെ 2 വശവും നല്ലതുപോലെ ഈ മസാലയൊന്ന് തേച്ച് പിടിപ്പിക്കണം. മസാല ഫിഷിൻ്റെ 2 വശവും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മുളകും ഉപ്പും ഒക്കെ മസാലയിൽ പിടിച്ച് വന്നിട്ടുണ്ട്. അരമണിക്കൂറിന് ശേഷം നമുക്ക് ഈ ഫിഷ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ഒരു ഗ്രില്ല് അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുക്കണം. ഫിഷിൻ്റെ കഷ്ണങ്ങളെല്ലാം നമ്മൾ ഈ ഗ്രില്ലിലേക്ക് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സവാളയും ടൊമാറ്റോയും ഗ്രില്ല് ചെയ്യാൻ വേണം. അപ്പം എൻ്റെ കയ്യിലുള്ള ഗ്രില്ല് കുറച്ച് വലിയ ഗ്രില്ലായതുകൊണ്ട് ഞാൻ ഫിഷിൻ്റെ കൂടെ തന്നെ സവാളയും ടൊമാറ്റോയും ഗ്രില്ല് ചെയ്യാൻ വെക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഫ്രൈങ് പാൻ ആണെങ്കിൽ അത് സെപ്പറേറ്റ് ഗ്രില്ല് ചെയ്ത് മാറ്റി വെച്ചാൽ മതിയാവും. ഫിഷ് ഒരു സൈഡ് ഹാഫ് കുക്കായിട്ടുണ്ട്. ഫിഷ് ഫ്രൈ ആവണമെന്നില്ല. ഹാഫ് കുക്കായതിന് ശേഷം മറുവശവും മറിച്ചിട്ട് കൊടുക്കാം. ഒരു വശം ഹാഫ് കുക്കായി, അടുത്ത വശവും കൂടി മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി ഒന്ന് ഹാഫ് കുക്കായി വരട്ടെ. അതിനോടൊപ്പം തന്നെ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വെച്ചിരിക്കുന്ന സവാളയും ടൊമാറ്റോയും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പം നമ്മുടെ ഫിഷ് ഹാഫ് കുക്കായി വന്നിട്ടുണ്ട് 2 വശവും. ഇത് നമ്മൾ ഗ്രില്ലിൽ നിന്നും ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ടൊമാറ്റോയും ഒനിയനും ഇതേപോലെ തന്നെ ഗ്രില്ല് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. മറ്റൊരു പാൻ ചൂടാക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുക് നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം 1/2 ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കണം. ഉലുവ കരിയാതെ ശ്രദ്ധിക്കണം. അതിലേക്ക് ഇഞ്ചി ചോപ്പ് ചെയ്തത്, വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഇത് രണ്ടും ഇട്ട് കൊടുക്കുക. ഇത് ചെറുതായി ഒന്ന് മൂത്ത് വരട്ടെ. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഒരു വലിയ സവാള വളരെ ചെറുതായി ചോപ്പ് ചെയ്തത് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആയതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. വളരെ ചെറിയ ചൂടിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്താലും കുഴപ്പമില്ല. നമ്മുടെ മസാല ഇപ്പോൾ ഒന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ മസാലയിലേക്ക് നമുക്ക് ഒരു ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ തക്കാളി കൂടി ഇട്ട് കൊടുക്കുക. ഈ തക്കാളിയും ഇട്ടതിന് ശേഷം നന്നായൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത് ഒരു അടച്ച് വെച്ച് നല്ലതുപോലെ തക്കാളിയും സവാളയും ഒന്ന് വെന്ത് വരുന്നത് വരെ. ഇപ്പോൾ തക്കാളിയും സവാളയും വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന അതിൻ്റെ എക്സ്ട്രാക്റ്റ് ഒഴിച്ചു കൊടുക്കുക. ഒരല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഈ വെള്ളം നന്നായൊന്ന് തിളച്ച് വരണം. ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാലയിൽ എല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. അതിലേക്ക് നമ്മൾ ഹാഫ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ കഷ്ണങ്ങൾ കൂടി ഇട്ട് കൊടുക്കുക. മീൻ കഷ്ണങ്ങളെല്ലാം ഇതേപോലെ
മസാലയിലേക്ക് നിരത്തി വെച്ച് കൊടുക്കുക. ഒരടപ്പ് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഫിഷ് ഹാഫ് ഫ്രൈ ആണ് ചെയ്തിരിക്കുന്നത്. ബാക്കി നമ്മുടെ ഈ മസാലയിൽ ഇരുന്ന് വേണം കുക്ക് ചെയ്യാൻ. അതുകൊണ്ട് മറുവശം കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ രണ്ട് വശവും മറിച്ചിട്ട് ഒന്ന് ഫിഷ് വേവിച്ചെടുക്കുക. അല്പസമയം കൂടി ഒന്ന് കവർ ചെയ്ത് വേവിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ മസാലയിലെ വെള്ളം എല്ലാം വറ്റി ഫിഷിലേക്ക് മസാലയെല്ലാം നല്ലതുപോലെ പിടിച്ചു വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് തിക്ക് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കുക. 2-3 പച്ചമുളക് കീറിയതും നമ്മൾ ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോയും ഒനിയനും ഇതിൻ്റെ മുകളിലേക്ക് നിരത്തി വെച്ച് കൊടുക്കുക. നമ്മുടെ മസാല ഒന്ന് തിളച്ച് വരട്ടെ. മസാല തേങ്ങാപ്പാലും എല്ലാം ഒന്ന് തിളച്ച് വന്ന് നല്ല ഒരു കുറുകിയ ചാറോട് കൂടിയിട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഫ്രൈഡ് ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ റെസിപ്പിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.